എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടിലൻ 20 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ പാലായിൽ നിന്നും ഏകദേശം 7-8 കിലോമീറ്റർ ദൂരത്തിൽ ഭരണങ്ങാനം ടൗണിനും പൈകയ്ക്കും മധ്യയായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു മുറ്റം. ഒരു 10-15 കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റം. അതുപോലെ തന്നെ ബസ് റോഡിനോട് അടുത്ത്, ഇത് ഇത്രേ ദൂരമേ ഉള്ളൂ നമ്മുടെ ബസ് റോഡുമായിട്ട്. അപ്പോൾ പാലായിലെയും പൈകയിലെയും പരിസര പ്രദേശങ്ങളിലെ എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന് മുൻവശത്തുകൂടി ഉണ്ട്. അപ്പോൾ ഒരിക്കലും വെള്ളം വറ്റാത്ത, എന്നാൽ കിഴക്ക് ദർശനത്തിൽ വാസ്തു ഉത്തമമായിട്ട് വാസ്തുശാസ്ത്ര വിധിപ്രകാരം മാത്രം നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു കേരള സ്റ്റൈൽ വീട്. 20 സെൻറ്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് വേണം. ഓരോ വർക്കുകളും സൂക്ഷ്മതയോടെ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നൊരു വീട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറ്റം നമുക്കിവിടെ കാണാം. ഒരു എൽ ഷേപ്പിലാണ് ആ ഒരു മുറ്റത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടതിൻ്റെ ബാലൻസ് ഭാഗം വന്നിരിക്കുന്നത് പെബിൾസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട്. നമുക്കൊരു 10-15 വണ്ടി വന്നാലും ഒരു പ്രശ്നവും ഇല്ല. അത്രയും വലിയ ഒരു മുറ്റമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഒരിക്കലും യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയമോ ഒന്നും ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില 1,65,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഇത് കിണറിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ കുറച്ച് തീരാനുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും തീർന്നതാണ്. ക്ലീനിങ് ജോലികളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു കിണർ വന്നിരിക്കുന്നത്. ഏത് കടുത്ത വേനലിലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്ന. വർക്ക് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടിന് 2 സിറ്റ് ഔട്ടുകളാണുള്ളത്. ഒന്ന് മുൻവശത്തും ഒന്ന് ഈ ഒരു വശത്തുമായിട്ട്, വടക്ക് വശത്തുമായിട്ടാണ് സിറ്റ് ഔട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി സ്ഥലമൊക്കെ കൂടുതൽ വേണ്ടവരാണെങ്കിൽ നമ്മൾ ഈ നേരെ കാണുന്ന അങ്ങേയറ്റത്തെ ഒരു 17-18 സെൻറ്റ് സ്ഥലമുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. വീടിൻ്റെ മുകൾ വശം നാച്ചുറൽ ഓടും ഷീറ്റും ഉപയോഗിച്ച് റൂഫ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. വാട്ടർ ടാങ്കൊക്കെ നല്ല ഉയരത്തിൽ വെച്ചിരിക്കുന്നു. അതുപോലെ റൂഫൊക്കെ ആണെങ്കിലും ഒരു 100-100 പേരുടെ പരിപാടിയൊക്കെ ആണെങ്കിലും ഈ ഒരു ക്ലീനിങ് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് നടത്താൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ, ഇനി കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അതിനും കൂടെ ഉള്ള ഒരു സ്ഥലം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മുറ്റം എന്ന് പറയുന്നത് ഭയങ്കര വലിയ മുറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെറിയ അടുക്കള കൃഷി ഒക്കെ ചെയ്യുന്നവർക്ക് അതിനുള്ളൊരു സൗകര്യവും കൂടെ ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ഐറ്റംസ്. തടി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കന്തടിയും ആഞ്ഞിലിയും മാത്രമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു ക്വാളിറ്റി മാത്രം നോക്കി ഇതുപോലെ ബസ് റോഡ് സൈഡിൽ വറ്റാത്ത കിണറുകളും നല്ല അയൽപ്പക്കങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയിൽ വീട് വാങ്ങേണ്ടവർക്ക് നല്ലൊരു വീടാണ്. ഇതൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങേയറ്റത്ത് EV കാറുകളൊക്കെ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇതിൽ വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിലൊക്കെ ആണെങ്കിലും നല്ല LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല തേക്കിൻതടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വാതിൽ. ഫ്രണ്ട് വാതിൽ തുറന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിനും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. മുകൾ വശത്തൊക്കെ ജിപ്സം സീലിംഗ്, പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് PLDC ഫാന്, അതുപോലെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ ഓരോ വർക്കുകളും ടൈലൊക്കെ പൂർണ്ണമായിട്ടും അപ്പോക്സി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഫാമിലി ലിവിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഫാമിലി ലിവിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എത്ര മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് ആണെന്ന്. അതുപോലെ നല്ല വലിയ ഒരു ഫാമിലി ലിവിങ് ആണ് വന്നിരിക്കുന്നത്. നേരെ നമ്മൾ വാതിൽ തുറന്ന് കാണുന്നത് ഒരു പ്രെയർ യൂണിറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നടുമുറ്റം പോലെ ഒരു സംഭവം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ക്യൂട്ടായിട്ടാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പില്ലറുകളിലെയൊക്കെ വർക്കുകളൊക്കെ ആണെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ധാരാളം LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. കണ്ണും മനസ്സും നിറയുന്നൊരു വീടെന്നൊക്കെ പറയുന്നത് ഈ ഒരു വീടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂമുകൾ വന്നിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വാതിലാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാം തേക്കുംതടി മാത്രം.
അപ്പോൾ ഇത് വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം, 3 പാളിയുടെ 2 വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, BLDC ഫാന്, AC പോയിന്റ് മുതലായവയെല്ലാം ഈ റൂമിന് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകളൊക്കെ ഫൈബർ ഡോറുകളാണ് വന്നിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂമാണ് വന്നിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ടാപ്പും ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ വർക്ക് ചെയ്യേണ്ടവർക്ക് ഇനി ഇത് പാർട്ടീഷൻ വർക്ക് ചെയ്യാം. അതിനുള്ള വലിപ്പമുള്ള ബാത്റൂമാണ്. അതുപോലെ ഇപ്പം തന്നെ സെറായുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഈ ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന വീടുകൾ അന്വേഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും ആദ്യത്തെ ചോയ്സാണ് പാലായിലെ ഈ 20 സെൻറ്റിലെ മനോഹരമായിട്ടുള്ള ഈ വീട്. ഇത് 2ാമത്തെ ബെഡ്റൂം. വലിയൊരു 4 പാളിയുടെ ഒരു ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. മുമ്പ് കണ്ട പോലെ തന്നെ ഫാൻസി ലൈറ്റുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഈ ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്തൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തുക. നമ്മൾ വീണ്ടും നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. അവിടുന്ന് വലത്തേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വർക്കുകളും നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് വലിയൊരു TV യൂണിറ്റ്, എത്ര വലിയ TVയും നമുക്ക് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ തുണി തേക്കുന്നതിനോ അല്ല പിള്ളേർക്കൊക്കെ പഠിക്കുന്നതിനോ ആയിട്ടുള്ള ഒരു ഏരിയ തിരിച്ചിരിക്കുന്നു. അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് വീടിൻ്റെ അകം കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇൻവേർട്ടറിനുള്ള ഒരു സൗകര്യം ഇതിനടിയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ബെഡ്റൂമുകളാണല്ല. 2800 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ റൂമുകളൊന്നുമില്ല. എല്ലാം വലിയ റൂമുകൾ, വലിയ ബാത്റൂമുകൾ, എല്ലാ ആവശ്യത്തിന് സ്ഥല സൗകര്യമുണ്ട്. ഈ റൂമിലും കബോർഡ് കൊടുത്തിരിക്കുന്നു ബാത്റൂമിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത്. ബാത്റൂം ഫിറ്റിങ്സുകളാകട്ടെ, ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് മെറ്റീരിയൽസ് ആകട്ടെ, തടികളാകട്ടെ, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രം, വാറൻറ്റിയുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. ചോദിക്കുന്ന വില 1,65,00,000 രൂപ. വില നെഗോഷ്യബിളാണ്. അപ്പം നമ്മൾ വീണ്ടും ഫാമിലി ലിവിങ്ങിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നല്ലൊരു എൻജിനീയറുടെ മികച്ചൊരു പ്ലാൻ എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രമീകരണം വന്നിരിക്കുന്നത്. സ്പേസ് ഒട്ടും കളഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകൾക്ക്, ഹാളുകൾക്ക് എല്ലാ സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ ഈ റൂമിന് 2 ജനാലകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല പുതിയ മോഡലിലുള്ള ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബാത്റൂമിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സെറായുടെ ബാത്റൂം ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ഫാമിലി ലിവിങ്ങിലേക്ക് വന്നു. ഇനി നമുക്ക് കിച്ചൺ കാണാനുണ്ട്. ബസ് റോഡ് സൈഡിൽ വീട് നോക്കുന്നവർക്ക് പ്രളയഭീഷണിയോ പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയിൽ സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയും ലഭിക്കുന്ന എല്ലാം നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം തേക്കുംതടിയിൽ തന്നെയാണ് ഈ കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് LED ലൈറ്റുകളൊക്കെ കാണാം. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു വീട്. നമുക്ക് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട സിറ്റ് ഔട്ടാണെങ്കിലും ഒന്നും കൂടി കാണിക്കാം. ഫ്രണ്ട് ഡോർ പോലെ തന്നെയാണ് ബാക്കിലത്തെ എല്ലാ ഡോറുകളും എല്ലാം കൊടുത്തിരിക്കുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ കൂടി ഒന്ന് കാണാം. കിച്ചൻ്റെയൊക്കെ ഡോറ് കണ്ട് എത്ര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തേക്കുംതടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് കിച്ചൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇത് കണ്ടോ, നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു. വാൾ ടൈലുകൾ ഒട്ടിച്ചതിൻ്റെ ബാക്കി ഭാഗത്തായിട്ട് തേക്കിൻതടിയിൽ തീർത്ത ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കിച്ചൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിനിയും സ്റ്റൗവ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വലിയ ഫ്രിഡ്ജുകൾ വയ്ക്കേണ്ടവർക്ക് അതിനുള്ള ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് കിച്ചൺ എന്നോ വർക്ക് ഏരിയ എന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ വിറകടുപ്പോട് കൂടി കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ. അവിടെയും നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല തേക്കിൻതടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പം വില കാര്യങ്ങളെല്ലാം പറഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, 20 സെൻറ്റ് സ്ഥലം, ഇനി കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും ഉണ്ട്. അപ്പോൾ 20 സെൻറ്റ് സ്ഥലവും ഈ 2800 സ്ക്വയർ ഫീറ്റ് ബസ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,65,00,000 രൂപ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.